കഴിഞ്ഞു പോയൊരു ഐഎസ്എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശമായ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായെന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പിലുള്ള താരങ്ങൾ അല്ലെങ്കിൽ മത്സരങ്ങൾക്കിടയിലാണെങ്കിലും ഇനി ട്രെയിനിങ് സെക്ഷനിൽ വെച്ചാണെങ്കിലും താരങ്ങൾക്ക് പരിക്ക് പറ്റി കഴിയുമ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മോശം സിറ്റുവേഷനിലേക്ക് എന്താ പറയുക താരങ്ങൾക്ക് കൂടുതലായിട്ട് ആ പരിക്ക് ഇമ്പാക്റ്റ് ആവുകയും അതിൽ നിന്നൊരു പെട്ടെന്നൊരു റിക്കവറി സാധ്യമാവാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായെന്നാണ്. സോ അതിനാൽ തന്നെ വരുവാനായിട്ട് പോകുന്ന ഐഎസ്എൽ സീസണിന് മുന്നോടിയായി തന്നെ കാര്യമായ ഇമ്പാക്റ്റ്മെൻറ്റ് തന്നെ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ളൊരു റിക്രൂട്ട്മെൻറ്റ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുമെന്നൊരു കാര്യം നമുക്കറിയാവുന്നതാണ്. സോ അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോളിസ് കിംഗീസ് ആണെങ്കിലും അവിടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്താ പറയുക CEO ആയിട്ടുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള അഭി ചാറ്റർജിയും ഒക്കെ തന്നെ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു എന്ന് നമുക്ക് ഏകദേശം അറിയാവുന്നൊരു കാര്യമാണ്. സോ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, അഭി ചാറ്റർജി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഒഡീഷ FC-യിൽ നിന്നാണ്. ഒഡീഷ FC-യുടെ CEO ആയിരുന്ന അദ്ദേഹം പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ആയി മാറുകയും പിന്നീട് അദ്ദേഹം തന്നെ ഒഡീഷ FC-യിൽ നിന്ന് പല ആളുകളെയും തങ്ങളുടെ ടീമിലേക്ക്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അതിൽ ഒരുപാട് സ്റ്റാഫുകളും പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് നമുക്കറിയാം അമീറാണ് അവിടെ എന്ന് പറയുന്ന ഒരു മികച്ച താരത്തെ കൂടി ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒഡീഷ FC-ക്ക് വേണ്ടിയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് മുംബൈ സിറ്റി FC-യിൽ നിന്ന് ലോണിലായിരുന്നു. സോ അതിനാൽ തന്നെ അദ്ദേഹത്തെയും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ടീമിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായതാണ്. സോ ഒരു മിനി ഒഡീഷ FC എന്ന് നമുക്ക് വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണോ ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് താരങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത്, അതുപോലെ തന്നെയാണ് ഒഡീഷ FC-യിൽ നിന്നും നിലവിൽ അഭി ചാറ്റർജിയിലൂടെ താരങ്ങളെയും സ്റ്റാഫുകളെയും ഒക്കെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. സോ വരാനായിട്ട് പോകുന്ന ഐഎസ്എൽ സീസണിന് മുന്നോടിയായി തന്നെ നല്ലൊരു ഇമ്പാക്റ്റ്മെൻറ്റ് തന്നെ മെഡിക്കൽ ടീമിൽ കൊണ്ടുവരാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്താ പറയുക CEO ആയിട്ടുള്ള അഭി ചാറ്റർജി ഒഡീഷ FC-യുടെ ഫിസിക്കൽ അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ ടീമിൻ്റെ ഒരു ഹെഡായിട്ടുള്ള വിഷ്ണു വിജയനെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിലേക്ക് നിലവിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു വാർത്ത നിലവിൽ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഒരു ഫാബ് അല്ലെങ്കിൽ ഫാൻ അഡ്വൈസറി ബോർഡിലെ ഒരു അംഗമാണ്. സോ നമുക്കെല്ലാവർക്കും അറിയാൻ കഴിഞ്ഞു പോയൊരു സമയത്ത് മീറ്റിംഗ്, അതായത് ഫാൻ അഡ്വൈസറി ബോർഡുമായിട്ടൊരു മീറ്റിംഗ് നിലവിൽ നമ്മുടെ മാനേജ്മെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു മീറ്റിംഗ് ഒരുപാട് കാര്യങ്ങൾ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു ഈ വിഷ്ണു വിജയൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ, അതായത് ഫിസിക്കൽ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെഡിക്കൽ ഫീൽഡിലൊരു ഹെഡായിട്ട് ടീമിലേക്ക് എത്തിക്കുന്നു എന്നൊരു കാര്യം. ഈ ഒരു വാർത്ത ഒരു വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് തന്നെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. സോ അതിനാൽ തന്നെ വരുവാനായിട്ട് പോകുന്ന ഐഎസ്എൽ സീസണ് മുന്നോടിയായിട്ട് തന്നെ നമുക്കൊരു മികച്ച റിക്കവറി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഹെൽപ്പ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ലഭിക്കുമെന്നൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച സ്പോൺസറെ കൂടി ഈ ഒരു ഫീൽഡിൽ, അതായത് റിക്കവറിക്ക് വേണ്ടി ഒരു മികച്ച ഫീൽഡ് എന്താ പറയുക സ്പോൺസറെ കൂടി ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ അതിനാൽ തന്നെ നമുക്കറിയാം അടുത്ത സീസണ് ബ്ലാസ്റ്റേഴ്സിന് പരിക്ക് അധികം വലയ്ക്കാനായിട്ടുള്ള സാധ്യതകൾ നിലവിൽ കുറഞ്ഞിരിക്കുകയാണ്. എങ്കിൽ പോലും താരങ്ങളുടെ ഫിറ്റ്നസ് ലെവലും എല്ലാം തന്നെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പരിക്ക് പറ്റാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ്. വരുവാനായിട്ട് പോകുന്ന ഐഎസ്എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച ഒരു എന്താ പറയുക പരിക്കൊന്നും പറ്റാത്ത നല്ലൊരു ബെഞ്ച് സ്ട്രെങ്ത് ഉള്ള ഒരു ടീമിനെ തന്നെ കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.